എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആരോഗ്യം അടിമുടി മെച്ചപ്പെടുത്താൻ, ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെ മാറ്റാൻ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളീ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ആഴത്തിലുള്ള പഠനങ്ങളെയും കാഴ്ചപ്പാടുകളെയും ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ ആരോഗ്യം, അതുപോലെ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് നമുക്ക് വഴികാട്ടിയാകുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? എല്ലാത്തിൻ്റെയും തുടക്കം ഈയൊരു തത്വചിന്തയിലാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അല്ലെങ്കിൽ ഉപകരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ്. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. നമുക്ക് ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും, അത് ഭൗതികമായിട്ടായാലും ആത്മീയമായിട്ടായാലും, അതിനാദ്യം വേണ്ടതെന്താ? ആരോഗ്യമുള്ള ഒരു ശരീരം. അതൊരു ഒഴിച്ചുകൂടാനാവാത്ത അടിത്തറയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ ശാരീരിക ആരോഗ്യത്തിന് മറ്റെന്തിനേക്കാളും ഇത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്? നമുക്കതൊന്ന് ആഴത്തിൽ നോക്കാം. ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഗതിയെ നേരിട്ട് തീരുമാനിക്കുന്നത് നമ്മുടെ ശാരീരികാവസ്ഥയാണ്. ആരോഗ്യമുണ്ടെങ്കിൽ അത് നമ്മളെ പുരോഗതിയിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകും. പക്ഷെ ശരീരം ദുർബലമാണെങ്കിലോ അത് നമ്മളെ താഴേക്ക്, അതായത് അധോഗതിയിലേക്കും പരാജയത്തിലേക്കും തള്ളിവിടും. അപ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. വേദാന്തത്തിൽ നമ്മുടെ ശരീരത്തെ അന്നമയകോശം എന്നാണ് വിളിക്കുന്നത്. എന്താണെന്നറിയോ അതിൻ്റെ അർത്ഥം? അക്ഷരാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന അന്നം, അതായത് ഭക്ഷണം, അതിൽ നിന്നാണ് നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ശരീരമുണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഭക്ഷണത്തിൽ നിന്നാണെങ്കിൽ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ലേ? അതെ, അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ആദ്യത്തെ പ്രായോഗികമായ സ്റ്റെപ്പിലേക്കാണ്. നമ്മുടെ ഭക്ഷണരീതിയിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റം, അതായത് പച്ചക്കറികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഹരിത വിപ്ലവം. നമ്മുടെ ഇന്നത്തെ ഒരു ഭക്ഷണ രീതിയൊന്ന് നോക്കിക്കേ. പോഷകത്തേക്കാൾ കൂടുതൽ നമ്മൾ നോക്കുന്നതെന്താ? രുചി. വറുത്തതും പൊരിച്ചതും ഒരുപാട് പ്രോസസ് ചെയ്തതുമായ ഭക്ഷണങ്ങൾ. ഇതൊക്കെ നമ്മുടെ ദഹനവ്യവസ്ഥയെ ആകെ തകരാറിലാക്കുകയാണ്. അതിൻ്റെ ഫലമെന്താ? നമ്മുടെ ശരീരം തന്നെ പല രോഗങ്ങൾക്കും ഒരു വീടായി മാറുന്നു, ഒരു അഭയകേന്ദ്രമായി മാറുന്നു. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഖ്യ കണ്ടോ? 20x. ഇത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നൊരു കണക്കാണ്. ഒരേ അളവിലുള്ള സ്ഥലത്ത് നമ്മൾ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനേക്കാൾ 20 മടങ്ങ് വരെ അധികം വിളവ് പച്ചക്കറികളിൽ നിന്ന് കിട്ടുമെന്നാണിത് പറയുന്നത്. 20 മടങ്ങ്. ഈ ഒരു താരതമ്യം നോക്കുമ്പോൾ കാര്യം കുറച്ചുകൂടി ക്ലിയർ ആകും. വിളവിൻ്റെ കാര്യം നോക്കിയാൽ പച്ചക്കറികൾ എത്രയോ മുന്നിലാണ്. ഇനി വിളവെടുക്കാനുള്ള സമയം നോക്കിയാലോ? വർഷത്തിൽ 3 തവണ വരെ നമുക്ക് വിളവെടുക്കാം. പോഷകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെയായിട്ട് പച്ചക്കറികൾ വളരെ റിച്ചാണ്. ഇനിയിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കാര്യം വെച്ച് നോക്കിയാൽ പോലും ഭക്ഷ്യക്ഷാമം ഒഴിവാക്കി സ്വയം പര്യാപ്തത നേടാൻ പച്ചക്കറികൾ സഹായിക്കും. അത്രയ്ക്കുണ്ടതിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആരോഗ്യത്തിലേക്കുള്ള രണ്ടാമത്തെ സുപ്രധാനമായ സ്റ്റെപ്പിലേക്ക് പോകാം. അതാണ് ധവള വിപ്ലവം. അതായത് ഗോസംരക്ഷണത്തിലൂടെ പാലിന്റെ ഉപയോഗം കൂട്ടുക എന്നത്. ഇത് വെറും വ്യക്തികളുടെ കാര്യം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് തന്നെ വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊരു വലിയ മാറ്റം വരേണ്ടതുണ്ട്. ഗോസംരക്ഷണത്തെ നമ്മൾ പലപ്പോഴും ഒരു വൈകാരികമായ കാര്യമായിട്ടോ അല്ലെങ്കിൽ മതപരമായ ഒന്നായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ അതിനപ്പുറം നമ്മുടെ ആരോഗ്യത്തിനും പോഷകത്തിനും അത് എത്രത്തോളം ഉപകാരപ്രദമാണ്, എത്രത്തോളം അത്യാവശ്യമാണ് എന്നൊരു തിരിച്ചറിവോടെ വേണം നമ്മളിതിനെ കാണാൻ. അതിന്റെ കാരണമെന്താണെന്ന് വെച്ചാൽ, പാലിന്റെ കുറവ് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം. അവരിലെ പോഷകാഹാരക്കുറവ് മുതൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്നോട്ട് വലിക്കാൻ വരെ ഈ ഒരൊറ്റ കാരണം മതി. ശരിക്കും ഒരു കംപ്ലീറ്റ് ഫുഡാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് വിപ്ലവങ്ങളെയും രണ്ടായിട്ട് കാണരുത് എന്നുള്ളതാണ്. അതായത് നല്ല ഫ്രഷ് പച്ചക്കറികളും പോഷകങ്ങൾ നിറഞ്ഞ പാലും, ഇത് രണ്ടും ചേരുമ്പോഴാണ് ശരിക്കും ആരോഗ്യമുള്ളൊരു സമൂഹമുണ്ടാവുന്നത്. ഇവ രണ്ടും പരസ്പരം സഹായിക്കുന്ന, നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഹരിത വിപ്ലവം, ധവള വിപ്ലവം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തോ വലിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ സത്യം എന്താണെന്നറിയോ? ഇതിൻ്റെയൊക്കെ തുടക്കം വലിയ കൃഷിയിടങ്ങളിലോ സർക്കാർ ഓഫീസുകളിലോ ഒന്നുമല്ല. ഇതിൻ്റെ തുടക്കം എന്നിലും നിങ്ങളിലുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ, വളരെ ചെറിയ പക്ഷെ ഒരുപാട് ശക്തിയുള്ള ചില പ്രവൃത്തികളിലൂടെ. ദേ നോക്കിക്കേ, ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം തുടങ്ങാൻ എന്തെളുപ്പമാണെന്ന്. ഇതിന് വലിയ സ്ഥലമൊന്നും വേണ്ട. നമ്മുടെ മുറ്റത്തോ ടെറസിലോ എന്തിന്
ഒരു ചട്ടിയിലോ പഴയ പാത്രത്തിലോ പോലും നമുക്ക് തുടങ്ങാം. ഇത് നമുക്ക് വിഷമില്ലാത്ത നല്ല ഭക്ഷണം തരുമെന്നതിലുപരി സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന തുളസിയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ സംസ്കാരത്തിൽ തുളസി വെറുമൊരു ചെടിയല്ല, അല്ലേ? അതൊരു പ്രതീകമാണ്, ഒരു ഒന്നാന്തരം ഔഷധമാണ്, നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ്. അതിന്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ്. പണ്ടത്തെ പോലെ വീട്ടിലൊരു തുളസി നട്ടു വളർത്തുന്ന ആ ഒരു ശീലം നമ്മളെ തിരികെ കൊണ്ടുവന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെയാണ് ശരിക്കും. ചെറിയ ചുമയ്ക്കും ജലദോഷത്തിനുമൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ്. അതുമാത്രമല്ല, തുളസിയുടെ സാന്നിധ്യം വീട്ടിൽ നല്ല ശാന്തവും പോസിറ്റീവുമായ ഒരു അന്തരീക്ഷമുണ്ടാക്കാനും സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ശീലങ്ങളെ നമ്മൾ ഒരിക്കലും കുറച്ചു കാണരുത്. ഒരു ചെടിയെ നമ്മൾ ശ്രദ്ധയോടെ പരിപാലിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുള്ളിലെ ക്ഷമയും ഒരു ഉത്തരവാദിത്വ ബോധവും ഒക്കെ വളരുകയാണ്. ഇത് നമ്മുടെ സ്വഭാവത്തെ തന്നെ രൂപപ്പെടുത്തും. ആ ഒരു ശക്തിയുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതു വലിയ ലക്ഷ്യങ്ങൾ നേടാനും നമുക്ക് സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നമ്മുടെയും നമ്മുടെ സമൂഹത്തിന്റെയും നല്ല ആരോഗ്യത്തിനു വേണ്ടിയുള്ള ഈ ഹരിതധവള വിപ്ലവത്തിൽ ഒരു പങ്കാളിയാകാൻ നിങ്ങൾ തയ്യാറാണോ? വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇന്ന് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു ചെറിയ ചെടി നട്ടുകൊണ്ട് ആ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾ റെഡിയാണോ?